നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. വീഡിയോ നമ്മുടെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അക്കൗണ്ടിന്റെ കമന്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അതിനൊപ്പം കുറച്ചൊപ്പം നടന്ന കാര്യങ്ങളും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ, ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ, ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈവൻ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടതുണ്ട്. ഇന്നെ ബാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അജയ് ലക്സിൻ്റെ കേസ്, ചെകുത്താൻ്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഈവൻ ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്തിട്ട് പോകണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണേ. അതുപോലെ തന്നെ കസ്തൂരിനെ മാത്രം കൂടുതൽ സെലക്ട് ചെയ്യണ കാരണം എന്ന് പറഞ്ഞാൽ, ഐ തിങ്ക് ഐ നോ ദിസ് പേഴ്സൺ. ഇവരുടെ കമൻറ്റുകൾ കണ്ടാലും അതുപോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഫേക്ക് കമൻസുകൾ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ കുറേ ശത്രുക്കളുണ്ടല്ലോ. അപ്പോൾ ആ ശത്രുക്കൾ പലതും ചിലപ്പോൾ ഇന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഓക്കെ അവളത് ഈ കമൻറ്റ് വെച്ചിട്ട് വീഡിയോ ചെയ്തോട്ടെ എന്ന്. എത്രത്തോളം അനുഭവിച്ചിട്ടാണ് ആ സ്ത്രീ പറയുന്നത് അല്ലേ? ഇതെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇനി ഒരു വീഡിയോ അവന് ചെയ്താൽ കല്ലെടുത്തെറിയണം. പൊങ്കാല ഇടണം അവൻ്റെ ചാനലിൽ കയറിയിട്ട്. മലയാളീസ് ഒരാൾ പോലും അവനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവരുത്. എന്താ ഇത്? അവന് മാത്രം എന്തും ആവാം അവന്. ഇതല്ല, ഇതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പല ചാനലിൽ നിന്നും കേട്ടിട്ടുണ്ടാവും. എലിസബത്ത് പറയുന്ന പല പല വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പോയി ശരിക്കും കേട്ടോ. ഒരു നേരം വായിൽ വെച്ച് അവനെ ഊട്ടിയിട്ടുണ്ടാവള്. ഒരു നേരം തിന്നാൻ കൊടുത്ത ഒരു നന്ദിയെങ്കിലും. ആ സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ അത്രമാത്രം അവനെ നോക്കിയതല്ലേ, കെയർ ചെയ്തതല്ലേ. ഒരു നേരം ഒരു നന്ദിയില്ലാത്ത നായി എന്നല്ലേ നമ്മൾ വിളിച്ചാലില്ലേ, ആ നായ്ക്കൾക്ക് അത് പേരുദോഷാണ്. എന്താണെന്നറിയോ? ആ നായ്ക്കൾക്ക് നമ്മൾ ഒരു നേരം ഭക്ഷണം കൊടുത്താൽ മരണം വരെ അത് അതിൻ്റെ നന്ദി കാണിക്കും. ശരിയല്ലേ? നമ്മളെ ഇടവലത്ത് അയൽവക്കത്തുണ്ടായിരുന്നു ചെറുതിലൊരു കുഞ്ഞു നായ്ക്കുട്ടിനെ കൊണ്ടുവന്ന്. ഞാനതിന് ഒരു 10-12 വർഷം മുമ്പാണ്. അന്ന് നമ്മളെ തറവാടിൻ്റെ അടുത്ത് തിന്നാൻ കൊടുത്തതുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ വേറെ വീടെടുത്ത് താമസിച്ച് എത്രയോ, ചിലപ്പം ഇപ്പം ഒരു കൊല്ലെല്ലാം കഴിഞ്ഞിട്ട് അവിടെ പോയാലും എന്നെ കാണുമ്പോൾ വാലാട്ടും എൻ്റെ അരിയത്ത് വരും. അതാ ഞാൻ പറഞ്ഞത്, നായ്ക്കൾക്ക് വരെ പേരുദോഷാണ് ഇവന്.